Good morning, students. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഐഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ഇതാണ്: ഇഫ് 2 is an eigenvalue of 3 minus 1 1 minus 1 5 minus 1 1 minus 1 3 ഒരു മെട്രിക്സ് ആണ്. വിത്തൗട്ട് യൂസിങ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ, ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാതെ, അതായത് ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i ഈക്വൽ ടു 0 വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ലാംഡയുടെ വാല്യൂ കാണുന്നത്. ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാതെ find the other eigenvalues, മറ്റ് eigenvalues കണ്ടുപിടിക്കണം. Also find the eigenvalues of a cube, a transpose, a inverse, 5a, a minus 3i and adjoint. ഇതിന്റെയൊക്കെ eigenvalues നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോണത് പ്രോപ്പർട്ടീസ് ഓഫ് eigenvalues ആണ്. eigenvaluesന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാതെ നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത്, ഒരു ഐഗൻ വാല്യൂസ്, ഈ മെട്രിക്സിന്റെ ഒരു ഐഗൻ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. 3/3 മെട്രിക്സ് ആകുമ്പോൾ അതിന് 3 ഐഗൻ വാല്യൂസ് ഉണ്ടാകും. അപ്പൊ നമുക്ക് സപ്പോസ് ചെയ്യാം, let the eigenvalues are lambda 1, lambda 2, lambda 3. ഐഗൻ വാല്യൂസ് ലാംഡ 1 ഉം ലാംഡ 2 ലാംഡ 3 ആണെന്ന് സപ്പോസ് ചെയ്യാം. ഇനി ഒരു ഐഗൻ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുക്കാം. ലാംഡ 2 ലാംഡ 3 നമുക്ക് അറിയില്ല. നമുക്ക് ലാംഡ 2 ലാംഡ 3 കണ്ടുപിടിക്കണം. അതിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്: സം ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ്. സം ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് is equal to sum of main diagonal elements. Sum of main diagonal elements. ഇതാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കുക. ഇതൊരു പ്രോപ്പർട്ടിയാണ്, ഐഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടിയാണ്. സം ഓഫ് ഐഗൻ വാല്യൂ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. ഈ ഒരു മെട്രിക്സിന്റെ മെയിൻ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് മെയിൻ ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 എന്നുള്ളത് എന്താണ്? 2 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 ഈസ് ഈക്വൽ ടു, ഇവിടെ ഡയഗണൽ എലമെന്റ്സ് സം എത്രയാണ്? 3 പ്ലസ് 5 പ്ലസ് 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 5 3 8 3 11. therefore ലാംഡ 2 പ്ലസ് ലാംഡ 3 എന്നുള്ളത് 11 2 കുറച്ച് എത്ര കിട്ടും? 9. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് എടുക്കാം. അപ്പോ ലാംഡ 2 പ്ലസ് ലാംഡ 3 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ 1 എന്ന് കിട്ടി. ഇനി നമ്മൾ മറ്റൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി, അടുത്ത പ്രോപ്പർട്ടി പറയുന്നതാണ് പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ്. പ്രൊഡക്റ്റ് ഓഫ് eigenvalues of a matrix is equal to determinants. അതായത് പ്രൊഡക്റ്റ് ഓഫ് eigenvalues of a matrix എന്ന് പറഞ്ഞാൽ എന്താണ്? is equal to its determinant value, is equal to its determinant value. ഇവിടെ നമുക്ക് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 3 ഐഗൻ വാല്യൂസ് ഉണ്ട്. അപ്പൊ 2 ലാംഡ 2 ലാംഡ 3 പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് വാല്യൂ. നമുക്ക് ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കണം. നമ്മുടെ മെട്രിക്സ് എന്തായിരുന്നു? നമ്മുടെ മെട്രിക്സ് ഇതായിരുന്നു. അതായത് അതിൽ നിന്ന് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. 3 മൈനസ് 1 1 മൈനസ് 1 5 മൈനസ് 1 1 മൈനസ് 1 3 ഇതായിരുന്നു നമ്മുടെ മെട്രിക്സ്. ഈ മെട്രിക്സിൽ നിന്ന് നമ്മൾ എന്താണ് കണ്ടുപിടിക്കാൻ പോണത്? ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3 into 15 minus 1 then plus 1 into minus 3 then plus 1 then plus 1 into 1 minus 5. Simplify എന്ത് കിട്ടും? 3 into
14 plus 1 into minus 3 plus 1 minus 2 plus 1 into minus 4. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? minus 2 minus 4, that is 36. അപ്പൊ നമുക്ക് 2 lambda 2 lambda 3 is equal to 36 എന്ന് കിട്ടും. അപ്പൊ lambda 2 lambda 3 യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടുന്നത്? 36/2, that is equal to 18. ഇത് ഇക്വേഷൻ 2. അപ്പൊ നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. lambda 2 plus lambda 3 is equal to 9. Sum of eigenvalues is equal to, നമ്മൾ എന്താണ് sum of eigenvalues എന്ന് പറഞ്ഞാല് sum of main diagonal elements. ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തത്. അങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ lambda 2 plus lambda 3 is equal to 9 കിട്ടി. അപ്പൊ ഈ പ്രോപ്പർട്ടി പ്രൊഡക്റ്റ് ഓഫ് eigenvalue ഓഫ് എ മെട്രിക്സ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് വാല്യൂ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചപ്പോൾ നമുക്ക് 2 into lambda 2 into lambda 3 മൂന്ന് eigenvalues മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ആ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 36. അപ്പൊ രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷൻ lambda 2 plus lambda 3 is equal to 9. ഫസ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. സെക്കൻഡ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ lambda 2 lambda 3 is equal to 18. അങ്ങനെ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ഇക്വേഷൻസും കൂടി നമുക്ക് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ രണ്ട് ഇക്വേഷൻസ് കൂടി നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കിട്ടിയിരിക്കുന്ന ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. കാരണം ചിലപ്പോൾ അത് ആവശ്യം വരും. ഡിറ്റർമിനന്റ് ഓഫ് എ, തന്നിരിക്കുന്ന മെട്രിക്സിന്റെ പേര് എ എന്നാണെങ്കിൽ അതിന്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 36 എന്നാണ്. ഇനി lambda 2 plus lambda 3 is equal to 9 ആണെങ്കിൽ lambda 3 എന്നുള്ളത് എന്ത് എഴുതാം? 9 minus lambda 2 എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. lambda 2 into lambda 3 ക്ക് വരെ എന്ത് കൊടുക്കാം? 9 minus lambda 2 എന്ന് കൊടുക്കാം. That is equal to 18. 9 lambda 2 minus lambda 2 the square is equal to 18. അപ്പൊ നമുക്ക് എന്ത് വരും? minus lambda 2 square plus 9 lambda 2 minus 18 is equal to 0. ഇത് മൈനസ് കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ lambda 2 square minus 9 lambda plus 18 is equal to 0 എന്ന് വരും. അപ്പൊ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. lambda 2 minus 3 into lambda 2 minus 6 എന്ന് എഴുതാം. ഗുണിച്ചു കഴിഞ്ഞാൽ 18ഉം കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടുന്നുണ്ട്. lambda 2 മൈനസ്. അപ്പൊ lambda 2ന്റെ വാല്യൂ എത്രയാണ്? lambda 2 എന്നുള്ള രണ്ട് വാല്യൂ 3ഉം വരും 6ഉം വരും. ഇനി lambda 2 എന്നുള്ളത് 3 ആവുമ്പോൾ lambda 3 സമയം എത്രയായിരിക്കും? 9 minus 3, that is equal to 6. lambda 2 എന്നുള്ളത് 6 ആവുമ്പോൾ lambda 3 എന്നുള്ളത് എന്തായിരിക്കും? 9 minus 6, that is equal to 3. Therefore, eigenvalues are എന്തൊക്കെയാണ് eigenvalues കിട്ടുന്നത്? നമുക്ക് കിട്ടിയ eigenvalues ആദ്യത്തെ eigenvalues 2 ആണ്, രണ്ടാമത്തെ eigenvalues 3 ആണ്, മൂന്നാമത്തെ eigenvalues 2, 3, 6. അപ്പൊ നമുക്ക് eigenvalues കിട്ടി. ഏതൊക്കെയാണ് കിട്ടിയത്? 2, 3, 6 എന്നുള്ള 3 eigenvalues കിട്ടി. അപ്പൊ ഇവിടെ നമ്മള് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാതെയാണ് ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉപയോഗിക്കാതെയാണ് eigenvaluesന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? eigenvalues കണ്ടുപിടിച്ചത്. അങ്ങനെ eigenvalues കിട്ടിയത് എത്രയാണ്? 2, 3, 6 എന്ന് കിട്ടി. ഇനി ഈ ക്വസ്റ്റ്യനില് ഇതിനോട് അറ്റാച്ച് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഫൈൻഡ് ദി eigenvalues ഓഫ് a ക്യൂബ്. ഇനി a ക്യൂബിന്റെ eigenvalues കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി eigenvalues ഓഫ് a ക്യൂബ്. ടു ഫൈൻഡ് ദി eigenvalues of a cube. a ക്യൂബിന്റെ eigenvalues കണ്ടുപിടിക്കണം. a ക്യൂബിന്റെ eigenvalues കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണത്. if lambda is an eigenvalue of a, then lambda raised to n is an eigenvalue of a raised to n, where n is a positive integer. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടി ലാംഡയുടെ eigenvaluesന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ലാംഡ എന്നുള്ളത് എയുടെ eigenvalue ആണെങ്കിൽ ലാംഡ റേസ് ടു n എന്തായിരിക്കും? ലാംഡ റേസ് ടു n is an eigenvalue of a raised to n. അപ്പൊ ഇവിടെ 2 എന്നുള്ളത് എയുടെ eigenvalue ആണെങ്കിൽ ലാംഡ 2 ഇവിടെ a ക്യൂബ് ആണ് അല്ലെ? a ക്യൂബ് എന്ന് പറയുമ്പോൾ 2 ക്യൂബ് 3 ക്യൂബ് 6 ക്യൂബ് ഇതായിരിക്കും ഏതിന്റെ
eigenvalues of a cube. A ക്യൂബിന്റെ eigenvalues എന്ന് പറഞ്ഞാൽ എന്താ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27, 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 8, 27, 216. അപ്പൊ നമ്മളിവിടെ എ ക്യൂബിന്റെ eigenvalues കാണാനായിട്ട് നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടി ഏതാണ്? eigenvaluesന്റെ പ്രോപ്പർട്ടി ആണ് if lambda is an eigenvalue of a. ലാംഡ എയുടെ eigenvalue ആണെങ്കിൽ lambda raised to n is an eigenvalue of a raised to n, where n is a positive integer. അപ്പോൾ 2, 3, 6 എയുടെ eigenvalue ആണെങ്കിൽ എ ക്യൂബിന്റെ eigenvalue കാണാൻ എന്ത് ചെയ്താൽ മതി? 2 ക്യൂബ്, 3 ക്യൂബ്, 6 ക്യൂബ്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 8, 27, 216. ഇനി ഈ ക്വസ്റ്റ്യനില് ചോദിച്ചിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, അപ്പോ നമ്മൾ എ ക്യൂബിന്റെ eigenvalue കണ്ടുപിടിച്ചു. ഇനി അടുത്തായിട്ട് ഇതിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് eigenvalue of A transpose. A ട്രാൻസ്പോസിന്റെ eigenvalue കാണണം. A ട്രാൻസ്പോസിന്റെ eigenvalue കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല പ്രോപ്പർട്ടി എന്താണ്? eigenvalues of A and A transpose. A and A transpose are same. A ട്രാൻസ്പോസിന്റെയും എയുടെയും eigenvalues സെയിം ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താണ്? eigenvalues of A transpose എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 3, 6. അപ്പൊ അതിന്റെ ആൻസർ കിട്ടി. 2, 3, 6 ആൻസർ കിട്ടി. സെയിം ആൻസർ ആണ് കേട്ടോ, സെയിം ആൻസർ ആണ്. ഇനി മൂന്നാമത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 5. അടുത്ത എ ഇൻവേഴ്സിന്റെ eigenvalues കണ്ടെത്തണം. അടുത്തത് എ ഇൻവേഴ്സിന്റെ eigenvalues കിട്ടണം. eigenvalue of A inverse. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോണ പ്രോപ്പർട്ടി if lambda is an eigenvalue of non-singular matrix A, non-matrix A, then 1 by lambda is an eigenvalue of A inverse. നമ്മളിവിടെ ഡിറ്റർമിനന്റ് എ കിട്ടിയപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടിയ? 36 ആണ്. അപ്പോൾ അത് നോൺ സിംഗുലർ ആണ്. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. therefore it is a non singular matrix. അപ്പോൾ lambda is an eigenvalue of a non singular matrix A ആണെങ്കിൽ A inverse matrix. therefore eigenvalue of A inverse എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/2, 1/3, 1/6. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. എ ഇൻവേഴ്സിന്റെ ആൻസർ എത്രയാണ്? 1/2, 1/3, 1/6 എന്ന് കിട്ടി. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? eigenvalue of 5a കണ്ടുപിടിക്കണം. eigenvalue of 5a. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി if lambda is an eigenvalue of A, then k lambda is an eigenvalue of k into A. ഈ ഒരു പ്രോപ്പർട്ടി ആണ് ഉപയോഗിക്കുന്നത്. ലാംഡ എന്നുള്ളത് എയുടെ eigenvalue ആണെങ്കിൽ k into A is an eigenvalue of ka. therefore eigenvalue of 5a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? eigenvalue of 5a എന്ന് പറഞ്ഞാൽ 5 into 2 ഫസ്റ്റ് eigenvalue, അടുത്ത 5 into 3, അടുത്ത 5 into 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10, 15, then 30. 5 into 2, 3, 6 ആണല്ലോ അല്ലെ? 2, 3, 6 ആണ്. അപ്പൊ 5 into 6 that is equal to 30. ഇതാണ് നമുക്ക് eigenvalues of 5a എന്ന് കിട്ടുന്നത് കേട്ടോ. അതായത് 2, 3, 6. ഫസ്റ്റിനെ നമ്മൾ 2നെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു, രണ്ടാമത് 3നെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു, മൂന്നാമത് 6നെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു. 6നെ നമ്മൾ 5 കൊണ്ട് ഗുണിച്ചു. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? അടുത്തത് a - 3i
ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. അടുത്ത a മൈനസ് 3a ഐഗൻ വാല്യൂസ്. a മൈനസ് 3a മൈനസ് 3a ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, a മൈനസ് 3a ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പ്രോപ്പർട്ടി, if lambda is an eigenvalue of a, then lambda minus k is an eigenvalue. Lambda minus k is an eigenvalue of a minus k. ലാംഡ എയുടെ ഐഗൻ വാല്യൂ ആണെങ്കിൽ ലാംഡ മൈനസ് കെ എന്നുള്ളത് ഐഗൻ വാല്യൂ ഓഫ് എ മൈനസ് കെ ആണ്. ഇവിടെ നമുക്ക് ഐഗൻ വാല്യൂ ഓഫ് എന്തിന്റെ കാണേണ്ടത്? ഐഗൻ വാല്യൂ ഓഫ് എ മൈനസ് 3a കണ്ടുപിടിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫസ്റ്റ് ഐഗൻ വാല്യൂസ് 2, 3, 6 ആണ്. 3 ഐഗൻ വാല്യൂസ് 2, 3, 6 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ? അപ്പൊ 2, 3, 6 ആണെങ്കിൽ നമ്മുടെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും? ഇവിടെ 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ 2 മൈനസ് 3, അതുപോലെ അടുത്ത് 3 മൈനസ് 3, അടുത്ത് 6 മൈനസ് 3. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. 3 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 0. 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 6 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് പറയും. therefore -1, 0, 3 എന്നാണ് നമുക്ക് മൂന്നാമത്തെ ഐഗൻ വാല്യൂസ് ഓഫ് a മൈനസ് 3a കിട്ടുന്നത്. ഇനി നമുക്ക് കിട്ടേണ്ട എത്രയാണ്? ഐഗൻ വാല്യൂ ഓഫ് അഡ്ജോയിന്റ് a ഇൻവേഴ്സ്. അടുത്ത് ഐഗൻ വാല്യൂ ഓഫ് അഡ്ജോയിന്റ് a ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് a ഇൻവേഴ്സ്. ഐഗൻ വാല്യൂ ഓഫ് അഡ്ജോയിന്റ് a ഇൻവേഴ്സ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി ഏതാണ്? അതിന് ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി, if lambda is an eigenvalue of a, then determinant a by lambda is an eigenvalue of adjoint a. അപ്പൊ ഇവിടെ നമുക്ക് 2, 3, 6 ആണ്. അപ്പൊ നമ്മുടെ therefore eigenvalue of adjoint a. Therefore eigenvalue of adjoint a inverse അല്ലേ? Therefore eigenvalue of adjoint a is equal to, നമുക്ക് കിട്ടുന്ന ആൻസർ ഡിറ്റർമിനന്റ് a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 36/2, അടുത്ത് 36/3, അടുത്ത് 36/6. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 18. 36/3 12, that is equal to 36/6 6. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോ ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ച് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഐഗൻ വാല്യൂസിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഇതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യുക. ഈ ഒരു പ്രോപ്പർട്ടീസ് മനസ്സിലുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എക്സാമിനേഷൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. ഓക്കെ, എല്ലാവരും എഴുതിയെടുക്കുക. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഭംഗിയായിട്ട് പഠിക്കുക. ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ശരി.